ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ പ്രസ്താവന നടത്തും. കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. പ്രശ്നബാധിത മേഖലയിലെ ഇന്ത്യൻ പൌരന്മാരെ തിരികെ എത്തിക്കാൻ നടപടികൾ ഊർജിതമാക്കിയതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് 24 വിമാനങ്ങൾ കൂടി ഇന്ന് സർവീസുകൾ നടത്തുമെന്ന് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും. അമിതവണ്ണം കുറയ്ക്കുന്നതിനുള്ള മരുന്നുകളുടെ അനധികൃത വിപണനത്തിനെതിരെ നടപടി ശക്തമാക്കി കേന്ദ്ര ഡ്രഗ്സ് കൺട്രോളർ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ മറ്റന്നാൾ വരെ ചൂട് കൂടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ പ്രസ്താവന നടത്തും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് പ്രധാനമന്ത്രി സഭയിൽ സംസാരിക്കുന്നത്. ഇതേ വിഷയത്തിൽ ഇന്നലെ ലോക്സഭയിലും ശ്രീ നരേന്ദ്രമോദി പ്രസ്താവന നടത്തിയിരുന്നു. അതേസമയം 2026 ധനകാര്യ ബില്ലിനെക്കുറിച്ചുള്ള ചർച്ച ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. രാജ്യസഭയിൽ 2026 വിനിയോഗ ബില്ലിന്മേൽ ചർച്ച ഇന്നും തുടരും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. പത്രികാ സമർപ്പണം ഇന്നലെ അവസാനിച്ചപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ 2117 പത്രികകളാണ് ലഭിച്ചത്. 1252 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി കൂടി ഈ മാസം 26 അവസാനിക്കുന്നതോടെ മത്സരചിത്രം കൂടുതൽ വ്യക്തമാകും. സ്ഥാനാർത്ഥികളെല്ലാം ഇനി പരസ്യപ്രചാരണത്തിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 140 മണ്ഡലങ്ങളിലേക്കും ഒറ്റഘട്ടമായി അടുത്ത മാസം 9 വോട്ടെടുപ്പ്. മെയ് 4 വോട്ടെണ്ണൽ. കേരളത്തിനൊപ്പം തിരഞ്ഞെടുപ്പ് നടക്കുന്ന അസമിലും പുതുച്ചേരിയിലും ഇന്നാണ് സൂക്ഷ്മ പരിശോധന. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി 16 ദിവസം. എല്ലാ മണ്ഡലങ്ങളിലും മത്സരചിത്രം ഏറെക്കുറെ തെളിഞ്ഞതോടെ പരസ്യപ്രചാരണത്തിലായിരിക്കും മുന്നണികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. NDAയുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ശ്രീമതി നിർമ്മല സീതാരാമൻ തുടങ്ങിയവർ എത്തും. UDFന്റെ പ്രചാരണത്തിന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പര്യടനം നാളെ കോഴിക്കോട് ആരംഭിക്കും. LDF പ്രചാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് ബാനറുകളും പതാകകളും പ്രദർശിപ്പിക്കുന്നത് ബന്ധപ്പെട്ട നിയമങ്ങൾ കർശനമായി പാലിച്ചായിരിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. സ്വകാര്യ സ്ഥലങ്ങളിൽ ബാനറുകളും പതാകകളും പ്രദർശിപ്പിക്കുമ്പോൾ അതിന്റെ കൈവശക്കാരുടെ സ്വമേധയാ ഉള്ള അനുമതി ഉണ്ടാകണം എന്നത് നിർബന്ധമാണ്. സ്വകാര്യ വാഹനങ്ങളിൽ പതാകകളും സ്റ്റിക്കറുകളും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പതിക്കാൻ ഉടമയ്ക്ക് അവകാശമുണ്ടാകും. എന്നാൽ റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവർക്ക് ഇതുമൂലം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. വാണിജ്യ വാഹനങ്ങളിൽ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അനുമതിയുള്ള വാഹനമാണെങ്കിൽ ഇതിന് ഇളവ് ലഭിക്കും. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനം പൂർത്തിയായി. ഇതുപ്രകാരം തമിഴ്നാട്ടിൽ AIADMK 178 സീറ്റുകളിലും BJP 27 സീറ്റുകളിലും PMK വിഭാഗം 18 സീറ്റുകളിലും AMMK 11 സീറ്റുകളിലും മത്സരിക്കും. പുതുച്ചേരിയിൽ കോൺഗ്രസ് 16 സീറ്റുകളിൽ മത്സരിക്കും. ബാക്കി 14 സീറ്റുകളിൽ DMKയാണ് ജനവിധി തേടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി തിരുവനന്തപുരം ജില്ലയിലെ ആദ്യഘട്ട പരിശീലനം ആരംഭിച്ചു. മാർച്ച് 26 വരെയാണ് പരിശീലനം. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിനായി അസംബ്ലി ലെവൽ ട്രെയിനർമാർക്കുള്ള പരിശീലനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കൊച്ചി മേഖലാ ഓഫീസിൽ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ലഹരി മരുന്ന് കടത്ത് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതിന് പ്രത്യേക കൺട്രോൾ റൂം രൂപീകരിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പ് ദിനം വരെ 24 മണിക്കൂറും 0484 242 5321 എന്ന ലാൻഡ് ലൈൻ പ്രവർത്തിക്കും. പശ്ചിമബംഗാളിൽ ആദ്യ സപ്ലിമെന്ററി വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സുപ്രീംകോടതി നിർദ്ദേശങ്ങളെ തുടർന്ന് ജുഡീഷ്യൽ ഓഫീസർമാർ പരാതികൾ തീർപ്പാക്കിയ ശേഷമാണ് വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇതുവരെ 29 ലക്ഷത്തോളം വോട്ടർമാരുടെ പരാതികൾ തീർപ്പാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ PB നൂഹ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള പൊതുവായ കാര്യങ്ങളെക്കുറിച്ചും പെരുമാറ്റച്ചട്ടത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു.
സർക്കാർ മാധ്യമങ്ങളും തിരഞ്ഞെടുപ്പും എന്ന വിഷയത്തിൽ തിരുവനന്തപുരം ദൂരദർശൻ വാർത്താ വിഭാഗം മേധാവി അജയ് ജോയ് പ്രഭാഷണം നടത്തി. ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി AG ബൈജു, വാർത്താ വിഭാഗം മേധാവി ലമി ജി നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അമിതവണ്ണം കുറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന GLP-1 വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളുടെ അനധികൃത വിപണനത്തിനും പരസ്യങ്ങൾക്കുമെതിരെ നടപടി ശക്തമാക്കി കേന്ദ്ര ഡ്രഗ്സ് കൺട്രോളർ. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് നടപടി. അനധികൃത വിൽപ്പന തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് പരിശോധനകൾ ആരംഭിച്ചു. മരുന്നിന്റെ ലഭ്യത വർദ്ധിച്ച സാഹചര്യത്തിൽ സ്വയം ചികിത്സ ഒഴിവാക്കി പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൂടെ തടുത്തതായി കുവൈറ്റ്. മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് നിരവധി പ്രദേശങ്ങളിൽ വൈദ്യുതി ലൈനുകൾ വിച്ഛേദിക്കപ്പെട്ടതായും രാജ്യത്തെ വൈദ്യുതി, ജല, പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. ലബനനിൽ മാർച്ച് 2 ആരംഭിച്ച ഇസ്രായേൽ ആക്രമണങ്ങളിൽ 1039 പേർ മരിച്ചതായും 2876 പേർക്ക് പരിക്കേറ്റതായും ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ബെയ്റൂത്തിലും പ്രാന്തപ്രദേശങ്ങളിലും നബാത്തിഹ് ടയർ പ്രദേശങ്ങളിലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. സംഘർഷങ്ങൾക്കിടയിൽ UAEയിലെയും കുവൈത്തിലെയും തുറമുഖങ്ങളിൽ നിന്ന് ഏകദേശം 92,000 ടൺ LPGയുമായി ഇന്ത്യയുടെ പൈൻ ഗ്യാസ് ജാഗ് വസന്ത് കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു. 2 കപ്പലുകളും മാർച്ച് 26-നും 28-നും ഇടയിൽ ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് എത്തിയേക്കും. എന്നാൽ ഇറാനിയൻ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം 5 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ US ഇന്നലെ സൈന്യത്തോട് ഉത്തരവിട്ടിരുന്നു. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ പ്രതിരോധിക്കാൻ ബാലിസ്റ്റിക് മിസൈൽ യൂണിറ്റുകൾ സജ്ജമാണെന്ന് IRGC അറിയിച്ചു. അതിനിടെ പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഇന്ധന റേഷനിംഗ് താൽക്കാലികമായി ഏർപ്പെടുത്തിയ ആദ്യത്തെ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യമായി സ്ലൊവേനിയ മാറി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കഴിഞ്ഞ 3 ദിവസത്തിൽ ഖത്തർ എയർവേസ് ഇന്ത്യയിലേക്ക് നടത്തിയ 25 വിമാന സർവീസുകൾ വഴി ഏകദേശം 7,750 ഇന്ത്യൻ പൌരന്മാർ തിരികെ എത്തിയതായി ദോഹയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇന്ത്യൻ സമൂഹത്തിന്റെ പരാതികളും സംശയങ്ങളും പരിഹരിക്കുന്നതിനായി എംബസി കൺട്രോൾ റൂം മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നുണ്ട്. ഹെൽപ്പ് ലൈൻ, ഇമെയിൽ, വാട്സ്ആപ്പ് സേവനങ്ങൾ വഴി പൌരന്മാർക്ക് എംബസിയെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. പശ്ചിമേഷ്യൻ സംഘർഷം നിലനിൽക്കെ ഇന്ന് 24 വിമാനങ്ങൾ കൂടി സർവീസുകൾ നടത്തുമെന്ന് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും അറിയിച്ചു. ജിദ്ദയിലേക്കും തിരിച്ചുമുള്ള 10 വിമാന സർവീസുകൾ തുടരുമെന്നും വിമാന കമ്പനികൾ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾക്ക് പുറമെ യാത്രക്കാരുടെ സൌകര്യാർത്ഥം UAEയിൽ നിന്നും തിരിച്ചും 10 പ്രത്യേക വിമാനങ്ങളും സർവീസ് നടത്തുന്നുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഈ മാസം 26 വരെ പകൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും DMO അറിയിച്ചു. അസം റൈഫിൾസിന്റെ സ്ഥാപക ദിനത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് എല്ലാ സേനാംഗങ്ങൾക്കും ആശംസകൾ നേർന്നു. വടക്കു കിഴക്കൻ പ്രദേശത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അതിർത്തി പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തിലും അസം റൈഫിൾസ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം സമൂഹമാധ്യമക്കുറിപ്പിലൂടെ അറിയിച്ചു. ഇന്ന് ലോക ക്ഷയരോഗ ദിനം. ക്ഷയരോഗം ഉയർത്തുന്ന ആഗോള വെല്ലുവിളിയെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. നമുക്ക് ക്ഷയരോഗത്തെ അവസാനിപ്പിക്കാം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. നേരത്തെയുള്ള രോഗനിർണയം, സൌജന്യ ചികിത്സ, പോഷകാഹാര സഹായം, രോഗീ പരിചരണം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് നമുക്ക് സാധിച്ചതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1550 പോയിന്റ് നേട്ടത്തിൽ 74,246-ലും നിഫ്റ്റി 472 പോയിന്റ് ഉയർന്ന് 22,985-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,160 രൂപ കുറഞ്ഞ് 1,02,920 രൂപയും ഗ്രാമിന് 12,865 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ പ്രസ്താവന നടത്തും. കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. പ്രശ്നബാധിത മേഖലയിലെ ഇന്ത്യൻ പൌരന്മാരെ തിരികെ എത്തിക്കാൻ നടപടികൾ ഊർജിതമാക്കിയതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് 24 വിമാനങ്ങൾ കൂടി ഇന്ന് സർവീസുകൾ നടത്തുമെന്ന് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും. അമിതവണ്ണം കുറയ്ക്കുന്നതിനുള്ള മരുന്നുകളുടെ അനധികൃത വിപണനത്തിനെതിരെ നടപടി ശക്തമാക്കി കേന്ദ്ര ഡ്രഗ്സ് കൺട്രോളർ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ മറ്റന്നാൾ വരെ ചൂട് കൂടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.